പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു പാമ്പ് തൻ്റെ ഫാമിലിയോട് കൂടി ഒരു മാളത്തിലിങ്ങനെ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ 2-3 കുട്ടികളും പാമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ്. ഒരു ദിവസം ഈ അച്ഛൻ പാമ്പ് തൻ്റെ കുട്ടിയോട് പറയുകയാണ്, ഈ ഭൂമിയിൽ നമ്മളാണ് ഏറ്റവും ധൈര്യശാലിയും അതുപോലെ തന്നെ ബലവാനും നമ്മളാണ്. നമ്മളെ കണ്ടാൽ ആരും ഭയന്നോടും എന്നൊക്കെ പറയുകയാണ്. ആ കുട്ടിക്ക് ധൈര്യം കൊടുക്കുകയാണ്. അങ്ങനെ ഈ കുട്ടി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം എന്നങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം തൻ്റെ അച്ഛൻ പാമ്പ് അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്ന സമയം ഈ അച്ഛനറിയാതെ ഈ കുട്ടി പാമ്പും പിന്നാലെ പോവുകയാണ്. എന്താണ് നടക്കുന്നത് എന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ എതിരിലൊരു കീരി വരുന്നു. നമുക്കറിയാം, കീരിയും പാമ്പും ജന്മശത്രുക്കളാണ്. ഈ കീരി കണ്ട ഉടനെ പാമ്പിൻ്റെ അടുത്ത് വന്ന് പാമ്പുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം പാമ്പിന് കീരിയുമായിട്ടുള്ള ആ ഫൈറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാമ്പ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ കുട്ടി ഈ ജീവിയെ ഒന്ന് അഭിനന്ദിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഈ കീരിയെ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി ഈ കുട്ടി പാമ്പ് ചെല്ലുമ്പോൾ അതിനിടയിൽ എവിടെ നിന്നൊരു പൂച്ച വന്നു അവിടെ. അങ്ങനെ പൂച്ച വന്ന് മ്യാവോന്ന് സൗണ്ട് കേട്ട ഉടനെ കീരി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പൂച്ചയാണ് വരുന്നത്. അങ്ങനെ കീരി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി, ഈ കീരിയേക്കാളും ബലവാനാണ് ഈ പൂച്ച. അപ്പോൾ ഏതായാലും ഈ പൂച്ചയെ തന്നെ നേരിട്ട് അഭിനന്ദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പൂച്ചയുടെ അടുത്തേക്ക് ചെല്ലുന്നതിനിടയിൽ എവിടെ നിന്നൊരു നായ് വന്നു. അങ്ങനെ നായ് ഭൗന്ന് സൗണ്ട് കേട്ട ഉടനെ പൂച്ച അവിടെ നിന്ന് ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഈ പാമ്പ് കുഞ്ഞ് കരുതുകയാണ്, അപ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും ബലവാനായത് ഈ നായയാണ്. എന്തായാലും നായയെ നമുക്കൊന്ന് അഭിനന്ദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ നായയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഈ നായയുടെ അടുത്തേക്ക് ചെല്ലുന്നതിനിടയിൽ എവിടെ നിന്നൊരു കൊച്ചു കുട്ടി വന്ന് ആ നായ കല്ലെടുത്തെറിയുകയാണ്. അതിന് ഈ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് നായും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ പാമ്പ് കുട്ടി കരുതുകയാണ്, അപ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും ബലവാനായത് ഈ കുട്ടിയാണ്. എന്തായാലും നമുക്ക് ഈ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കാം, എന്തായാലും നേരിട്ട് തന്നെ ചെന്ന് അഭിനന്ദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്നതിനിടയിൽ എവിടെ നിന്നോ ഒരു മുതിർന്ന ആൾ വന്ന് ഈ കുട്ടിയെ അടിക്കുകയാണ്. നീ എന്തിനാടാ മിണ്ടാപ്രാണിയെ കല്ലെടുത്തെറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടിയെ അടിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പ് കുട്ടി ആലോചിക്കുകയാണ്, അപ്പോൾ നമ്മൾ കണ്ടതൊന്നുമല്ല, ഈ ഭൂമിയിൽ പല ബലവാന്മാരുണ്ട്, പല ധൈര്യശാലികളുമുണ്ട്. അപ്പോൾ ഞാൻ കണ്ടതിൽ ഏറ്റവും ബലവാനായിട്ടുള്ള ആൾ ഈ മനുഷ്യനാണ് എന്ന് പറഞ്ഞ്, ഈ മുതിർന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാമ്പ് കുട്ടി നേരിട്ട് ചെന്ന് ഈ മനുഷ്യനെ അഭിനന്ദിക്കാൻ വേണ്ടി നമസ്കാരം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും പാമ്പാണ് നിൽക്കുന്ന മുമ്പിൽ. ഉടനെ പാമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഓട്ടം. അപ്പോൾ ഇതൊരു കഥയാണ്. അപ്പോൾ ഈ പാമ്പ് കുട്ടി ആലോചിക്കുകയാണ്, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, നമ്മൾ തന്നെയാണ് ഈ ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും ബലവാനും ധൈര്യശാലിയും. അപ്പോൾ അച്ഛൻ പറഞ്ഞത് 100% ശരിയാണ് എന്ന് ഈ പാമ്പ് കരുതുകയാണ്. അപ്പോൾ നമുക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ശക്തി നമ്മൾ തന്നെ തിരിച്ചറിയാതെ പോവുകയാണ്. ഓരോരുത്തർക്കും ദൈവം അവരവരുടേതായ രീതിയിലുള്ള ശക്തി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ആവശ്യ സമയങ്ങളിൽ നമ്മുടെ ശക്തി പുറത്തെടുത്ത് പൊരുതേണ്ട സമയത്ത് പൊരുതി നിന്നാൽ തന്നെയാണ് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു പാഠമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.